എരുമേലിയിലെ പേട്ടതുള്ളൽ വഴിപാട് സാമഗ്രികൾക്ക് നിശ്ചയിച്ചിരുന്ന കൊള്ള വില കുറയ്ക്കാൻ സാധ്യത. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് നടപടിക്കൊരുങ്ങുന്നത്. കോട്ടയം സബ് കളക്ടർ യോഗം വിളിച്ച് വിവരങ്ങൾ വിലയിരുത്തി. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, നമുക്കറിയാം എരുമേലി പേട്ടതുള്ളൽ വഴിപാട് സാമഗ്രികൾക്ക് വലിയ രീതിയിലുള്ള വില വർധനവ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കൃത്യമായ മാനദണ്ഡമില്ല, പല രീതിയിലുള്ള വിലകളാണ് ഈടാക്കിക്കൊണ്ടിരുന്നത്. ഭക്തരെ കൊള്ളയടിക്കാൻ സാധിക്കില്ല എന്ന് ഹൈക്കോടതി വ്യക്തമായ നിലപാട് എടുത്തതിന് ശേഷം ഇപ്പോൾ ഇത്തരത്തിലുള്ള കൊള്ളവില കുറയ്ക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ. രോഹിണി, ഈ കൊള്ളവില വ്യാപാരികൾ ഈടാക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇത്തവണ ഈ കൊള്ളവില ഈടാക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നു, ലൈസൻസ് നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വില ഏകീകരിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശാവഹമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് അയ്യപ്പന്മാരും അതുപോലെ തന്നെ ഭക്തജന സംഘടനകളുമെല്ലാം കണ്ടത്. പക്ഷേ ഏതാണ്ട് 1.5 രൂപ വരെ അല്ലെങ്കിൽ 2 രൂപ വരെ വിലയുള്ള സാധനങ്ങൾക്ക് ഏതാണ്ട് 35 രൂപ വരെ ഈടാക്കാമെന്ന് 35 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ടാണ് കോട്ടയത്തെ ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഉത്തരവിട്ടത്. വില ഏകീകരിച്ചുകൊണ്ട് നടപടിയിലേക്ക് എത്തിയത്. അയ്യപ്പ സേവാ സമാജം 5 രൂപ മുതൽ 7 രൂപ വരെയാണ് ഇതിന് ഈടാക്കാൻ വേണ്ടി ഈ വില ഏകീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത് പരിഗണിക്കാതെ വില ഏകീകരണത്തിന് വലിയ എതിർപ്പുന്നയിച്ച എരുമേലി ജമാഅത്തിന്റെയും അതുപോലെ തന്നെ താൽക്കാലിക വ്യാപാരികളുടെയും ഇച്ഛയ്ക്കനുസരിച്ച് കൊണ്ടുള്ള ഒരു നടപടിയാണ് ജില്ലാ ഭരണകൂടം എടുത്തത്. അങ്ങനെയാണ് 35 രൂപ വരെ ഈടാക്കാൻ, വെറും 2 രൂപയിൽ താഴെ മാത്രം വിലയുള്ള സാധനത്തിന് 35 രൂപ വരെ ഈടാക്കാൻ അനുമതി ജില്ലാ ഭരണകൂടം നൽകിയത്. പക്ഷേ അതിനെതിരെ അയ്യപ്പ സേവാ സമാജം, ശബരിമല അയ്യപ്പ സേവാ സമാജം ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ വിഷയത്തിൽ കോട്ടയം ജില്ലാ ഭരണകൂടത്തോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വില കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് വീണ്ടും നീങ്ങിയത്. വില ഏകീകരിച്ചുകൊണ്ടുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറായത് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ സബ് കളക്ടർ ഒരു പുനർനിർണയ യോഗം അല്ലെങ്കിൽ ഇക്കാര്യം വീണ്ടും ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കക്ഷികളെയും ക്ഷണിച്ചുകൊണ്ടായിരുന്നു ഈ യോഗം നടത്തിയത്. ഈ യോഗത്തിൽ കഴിഞ്ഞ തവണ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉന്നയിച്ചിരുന്ന എരുമേലി ജമാഅത്തിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരായിരുന്നു ഇത്തരത്തിൽ കച്ചവടക്കാർക്ക് നഷ്ടമുണ്ടാക്കുമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വില ഏകീകരണത്തെ ശക്തമായി എതിർത്തത്. അവർ ഇത്തവണ യോഗത്തിൽ പങ്കെടുത്തില്ല. മാത്രമല്ല, ശബരിമല അയ്യപ്പ സേവാജവും മറ്റ് സംഘടനകളും വ്യാപാരികളും യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിൽ ഈ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചെലവും അതുപോലെ തന്നെ ഹോൾസെയിൽ വിലയും വിപണിയുമെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു വിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 10 രൂപയിൽ താഴെ മാത്രം വില നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് ജില്ലാ ഭരണകൂടം നീങ്ങുന്നു. ആ പുതുക്കിയ ഉത്തരവ്, പുനർനിർണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് വൈകാതെ തന്നെ ജില്ലാ ഭരണകൂടം പുറത്തിറക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഏതായാലും ഹൈന്ദവ സംഘടനയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ശബരിമല അയ്യപ്പ സേവാ സമാജം നടത്തിയ ഇടപെടലുകളും അതായത് നിയമ നടപടിയുമെല്ലാമാണ് ഇത്തരത്തിൽ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയ്ക്ക് ഒരു പരിധി വരെയെങ്കിലും അറുതി വരുത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇക്കാര്യം പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കിയത് ജനം TV ആണ്. നിരന്തരം ഇത് സംബന്ധിച്ച വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. വില ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ആ ശ്രമങ്ങളെ അട്ടിമറിക്കാൻ എരുമേലി ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളെയും എല്ലാം തന്നെ നിരന്തരം നമ്മൾ വാർത്തകളിലൂടെ പുറത്തെത്തിച്ചിരുന്നു. ഒപ്പം തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഉൽപ്പന്നങ്ങളുടെ വില എന്നതറിയാൻ വേണ്ടി ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കുടിൽ വ്യവസായമായി നടത്തുന്ന എരുമേലിയിലെ കുടുംബങ്ങളിലേക്ക് ചെന്ന് അവിടെ ഓരോന്നിനും എത്രയാണ് വില എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചിരുന്നു, അധികൃതർക്ക് മുന്നിലെത്തിച്ചിരുന്നു. ഈ പകൽ വെട്ടത്ത് നടക്കുന്ന ഈ വലിയ കൊള്ളയ്ക്ക് എങ്ങനെയാണ് ഭരണകൂടം പിന്തുണ നൽകുന്നത് അല്ലെങ്കിൽ കുട പിടിക്കുന്നത് എന്നതെല്ലാം നിരന്തരമായിട്ടുള്ള വാർത്തകളിലൂടെ നമ്മൾ പുറത്തു കൊണ്ടിരുന്നു. ഏതായാലും ഇത്തരത്തിൽ വില പുനർനിർണ്ണയിക്കാനുള്ള ഈ നടപടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന. പക്ഷേ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിഥുൻ തന്നെയാണ് ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. എരുമേലിയിൽ ഇതേപോലെ തന്നെ പേട്ടതുള്ളലിൻ്റെ സാധനങ്ങൾക്ക് കൊള്ളവില, അതായത് സന്നിധാനത്തും നിലയ്ക്കലിലും അതേപോലെ തന്നെ ശരംകുത്തിയിലും ഒക്കെ ഉള്ള വിലയേക്കാൾ 10 മടങ്ങ് വിലയാണ്
എരുമേലിയിൽ ഈ സാധനങ്ങൾക്കുണ്ടായിരുന്നത്. നമുക്കറിയാം എരുമേലി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്, പത്തനംതിട്ട ജില്ലയിലല്ല. അപ്പോൾ മറ്റൊരു കളക്ടറുടെ അതിർത്തിയിലാണ് അത്. പക്ഷേ കാര്യങ്ങൾ വളരെ വ്യത്യാസം, വിലയിൽ വലിയ വ്യത്യാസം. അതാണിപ്പോൾ പുനഃപരിശോധിക്കാൻ പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.